തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് വൈദ്യുത വേലിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചു. വെള്ളൂമണ്ണടി ചക്കക്കാട് കുന്നുംപുറത്ത് വീട്ടിൽ അരുണാണ് മരിച്ചത്. വെഞ്ഞാറമ്മൂട് പോലീസ് അന്വേഷണം തുടങ്ങി. പുതുവഴിക്ക് സമീപം വൈദ്യുത വേലി സ്ഥാപിച്ചത് മനഃപൂർവ്വം ആളപായം ഉണ്ടാക്കാനാണെന്ന് മരിച്ച അരുണിന്റെ പിതാവ് മോഹൻ ആരോപിച്ചു. മനഃപൂർവ്വം ഇത് കറണ്ട് വീട്ടിൽ നിന്ന് കൊടുത്തതാണ്. ഇത് ലൈനിൽ നിന്നല്ല, വീട്ടിൽ മീറ്ററിൽ നിന്നാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അവര് ഈ സംഭവ സ്ഥലത്ത് ഈ പയ്യനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഈ വയറിന് അവര് അകത്ത് മാറ്റി. അവരറിഞ്ഞിട്ടുമില്ല, അവർ അങ്ങനെയുള്ളൊരു സംഭവം അറിഞ്ഞിട്ടില്ല. തൊട്ടുതാഴെ ഇവിടെ ഇത്രയും കൊച്ചുകുട്ടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഈ കൊച്ചുകുട്ടികൾ എപ്പോഴും തേടാ പോലെ പോകുന്ന സ്ഥലത്താണ് സാർ ഈ റോഡിന്റെ സൈഡ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പം മനുഷ്യനെ കൊല്ലാനല്ലേ, അവർ അറിഞ്ഞുമില്ല, കണ്ടുമില്ല എന്നാണ് പറയുന്നത്. ഞാൻ വളരെ സങ്കടത്തോടു കൂടി ഞാൻ പറയുകയാണ്. വി ജയശങ്കറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, ഇക്കാര്യത്തിലൊക്കെ കൃത്യമായി ചട്ടങ്ങൾ പാലിക്കണം, നിയമങ്ങളൊക്കെ പാലിക്കണം. അങ്ങനെയല്ല ഈ വേലിയെന്ന് മരിച്ച അരുണിന്റെ പിതാവ് തന്നെ പറയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ ജയശങ്കർ? അതായത് ഉന്മേഷ്, കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുകയും അരുൺ എന്ന് പറയുന്ന ഒരാൾ മരണപ്പെടുകയും ചെയ്തത്. പിന്നാലെയാണ് ഈ അരുണിൻ്റെ പിതാവ് മോഹനൻ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത്. ഇദ്ദേഹം പറയുന്നത് ചട്ടവിരുദ്ധമായാണ് ഇത്തരത്തിൽ ഒരു കമ്പിവേലിയിൽ വൈദ്യുതി ബന്ധം സ്ഥാപിച്ചത്. ഒപ്പം തന്നെ വീട്ടിലെ മീറ്ററിൽ നിന്ന് കറണ്ട് ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. ഒപ്പം കുട്ടികൾ ഉൾപ്പെടെ നടക്കുന്നൊരു വഴിയാണ്. അവിടെ ഇത്തരത്തിൽ വൈദ്യുതി സ്ഥാപിച്ചതിലൂടെ ആളുകളെ അപായപ്പെടുത്തുക അല്ലെങ്കിൽ അപകടപ്പെടുത്തുക എന്ന ഉദ്ദേശം ോടെയാണ് കഴിഞ്ഞ ഒരു വർഷമായി ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി നടക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു അന്വേഷണം നടക്കണം. കാരണം ഈ വൈദ്യുതി വേലികളിൽ ഉൾപ്പെടെ ഈ കമ്പികൾ ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് കൃത്യമായ ചട്ടങ്ങളുണ്ട്, അനുമതികൾ ആവശ്യമാണ്. പക്ഷേ ഇക്കാര്യത്തിൽ കൃത്യമായ അനുമതികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ നടത്തിയ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ചട്ടവിരുദ്ധമായി നടത്തിയ ഒരു പ്രവൃത്തിയുടെ ഭാഗമായാണ് ഒരു യുവാവിന് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വെഞ്ഞാറമ്മൂട് പോലീസാണ് ആ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നത്. പോലീസ് ഇതുവരെ എഫ്ഐആർ ഇട്ടിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തി ശേഷം എഫ്ഐആർ ഇടാമെന്നാണ് പോലീസിൻ്റെ ഒരു നിലപാട്. എന്തായാലും ഈ യുവാവിൻ്റെ മൃതദേഹം നിലവിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിക്കുന്ന അടിസ്ഥാനത്തിലായിരിക്കും ഇത് ഏത് തരത്തിലുള്ള മരണമാണെന്ന് ഔദ്യോഗികമായി പോലീസ് സ്ഥിരീകരിക്കുക. പ്രാഥമിക നിഗമനം അനുസരിച്ച് വൈദ്യുതി ആഘാതം ഏറ്റുകൊണ്ടുള്ള മരണമെന്നാണ് പോലീസിൻ്റെ നിഗമനം. എന്തായാലും വെഞ്ഞാറമ്മൂട് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യത്തിൽ വന്യമൃഗങ്ങളെ തുരത്തുന്നതിനു വേണ്ടി ഇത്തരത്തിൽ ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.